ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മണി ടോക്കിലൂടെ നമ്മൾ പുതിയൊരു ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് യാത്രകൾ പോകാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ? യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. എങ്കിൽ നിങ്ങൾ ദീർഘദൂര യാത്രകളൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഫുഡുകളൊക്കെ കഴിക്കുക റോഡ് സൈഡിലുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ തട്ടുകടകൾ, ഷാപ്പുകൾ, അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് ഫുഡ് വിൽക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ളിടത്തു നിന്നായിരിക്കും മിക്കവാറും ആളുകളൊക്കെ യാത്രകളൊക്കെ പോകുമ്പം അവർ ഫുഡ് കഴിക്കുക. അപ്പം ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, ആ ഫുഡുകളൊക്കെ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നും, ഫ്രഷായിട്ട് തോന്നാറുണ്ട്. മറ്റ് ഹോട്ടലുകളൊക്കെ അപേക്ഷിച്ച് നല്ല ഫ്രഷായിട്ട് നമുക്ക് തോന്നാറുണ്ട്. നമ്മൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പിന്നീട് നമ്മൾ ആ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ തേടി പിടിച്ച് പോകും, ശരിയല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ സംരംഭവും അങ്ങനെയൊന്നാണ്. ഇന്നത്തെ സംരംഭം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് ട്രക്കാണ്. അതായത് തട്ടുകടകൾ, വീൽസ് ഓൺ ഫുഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സംരംഭത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കൃത്യമായ ഒരു ലൊക്കേഷൻ നമുക്കുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരിടത്തും സ്ഥിരമായി നിൽക്കുന്ന രീതിയിലായിരിക്കില്ല. നമ്മുടെ വണ്ടിയിലാണ് നമ്മൾ ഫുഡ് റെസ്റ്റോറൻറ്റ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവരുന്ന നല്ല ഫുഡുകൾ, നമ്മൾ നല്ല ടേസ്റ്റുള്ള ഹോംലി ഫുഡുകൾ ആവശ്യക്കാർക്ക്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അവിടെ വെച്ച് നമ്മൾ ആവശ്യക്കാർക്ക് അതിനനുസരിച്ച് നമ്മൾ ചൂടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വീൽസ് ഓൺ ഫുഡ് അല്ലെങ്കിൽ ഫുഡ് ട്രക്ക് ബിസിനസ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് വാഹനം വേണം, പിന്നെ അതിനാവശ്യമുള്ള യൂട്ടൻസിൽസൊക്കെ നമ്മൾ വാങ്ങിക്കണം, പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു കഴിവും കൂടെ വേണം. നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മളെ സഹായിക്കും. അപ്പം നമുക്ക് ഇതിലുള്ള കഷ്ടപ്പാട് വളരെയധികം കുറയും. ഇങ്ങനത്തെ ഒരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് പാർട്ട് ടൈമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മിക്കവാറും വൈകുന്നേരങ്ങളിലൊക്കെ ഫുഡ് ട്രക്കുമായിട്ട് നമുക്ക് പുറത്തിറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭം കിട്ടും, നന്നായി കച്ചവടം നടത്താനാവും. ഏകദേശം നമുക്കൊരു ദിവസം 2000 മുതൽ 6000 രൂപ വരെ നമുക്ക് പ്രോഫിറ്റ് ഒരു ദിവസം നമുക്ക് ഈ പാർട്ട് ടൈം ബിസിനസ്സിലൂടെ നമുക്ക് സമ്പാദിക്കാൻ കഴിയും. അങ്ങനെ 2000 മുതൽ 6000 രൂപ വരെ നമുക്കൊരു ദിവസം കിട്ടിയാൽ, ഒരു മാസം നമുക്ക് 30 ദിവസം എടുത്താൽ 60,000 മുതൽ 1,80,000 രൂപ വരെ നിങ്ങൾക്ക് പ്രോഫിറ്റ് നേടാനാവുന്ന ഒരു ബിസിനസ്സാണിത്. ഇവിടെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ബിസിനസ് വൻ വിജയമായിരിക്കും. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ലൊക്കേഷൻ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ബിസിനസ് വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കും. ഇന്ന് നിങ്ങൾ ഒരു ഫുഡ് ട്രക്കാണ് നിങ്ങളിന്ന് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് വലുതാകും തോറും നിങ്ങൾക്ക് 2-3 നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാം. പല പല ലൊക്കേഷനുകളിൽ നിങ്ങൾക്ക് ഈ ഫുഡ് ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ഫുഡ് ബിസിനസ് നിങ്ങൾ തള്ളിക്കളയേണ്ട. നിങ്ങൾ ജോലിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഉള്ള ജോലി അല്ലെങ്കിൽ ഉള്ള തൊഴിലിനോടൊപ്പം തന്നെ ഒരു പാർട്ട് ടൈം അല്ലെങ്കിൽ ഒരു അധിക വരുമാനം കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ നിങ്ങൾ ലീഡർഷിപ്പ് നോക്കി മുന്നോട്ട് പോയാലും, ഇതിൽ 2 തൊഴിലാളികളെ വെച്ചാണെങ്കിലും നിങ്ങൾക്ക് ഈ ബിസിനസ് വിജയിപ്പിക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഡെലിവറി ചെയ്യുകയാണ്. അതുവഴി നിങ്ങളുടെ ബിസിനസ് തീർച്ചയായിട്ടും വളരും. ഇതുപോലുള്ള ബിസിനസ് ടിപ്പുകൾ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഫർമേഷൻസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.